നമസ്കാരം, എല്ലാവർക്കും ഹൈഫൈ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന കേരള പോലീസിൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ്. കേരള PSC കേരള പോലീസിലേക്കുള്ള ഒഴിവുകളെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ 3 നോട്ടിഫിക്കേഷനുകൾ പുറത്തിറക്കിയിരുന്നു. ആ 3 നോട്ടിഫിക്കേഷനുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തു വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഹൈഫൈ ജോബ്സിന്റെ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്കുള്ള ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ട് താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാം. ഫേസ്ബുക്ക് പേജ്, ടെലിഗ്രാം ചാനൽ, ഷെയർ ചാറ്റ് പേജ് എന്നിവയുടെ ലിങ്കുകളാണ്. താല്പര്യമുള്ളവർ ഫോളോ ചെയ്യുക. അപ്പോൾ ഇതിൽ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ആദ്യം പരിശോധിക്കുന്ന നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ 23/2021 ആണ്. കേരള പോലീസിലേക്കുള്ള വുമൺ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിന്റെ റിക്രൂട്ട്മെന്റിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷനാണിത്. അവസാന തീയതി 21/4/2021 ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഏപ്രിൽ 21 അവസാന തീയതി. പേര് പോലെ തന്നെ സ്ത്രീകൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പോസ്റ്റാണ്, വുമൺ സബ് ഇൻസ്പെക്ടർ പോസ്റ്റാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനാണ്. അതായത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫ്രം ST ഓൺലി എന്നാണ് അവിടെ നൽകിയിരുന്നതും. ST കാൻഡിഡേറ്റ്സിന്, സ്പെഷ്യൽ ട്രൈബ് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സുഹൃത്തുക്കൾക്ക് മാത്രമേ ഈ പറയുന്ന വുമൺ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. മാത്രമല്ല പുരുഷന്മാരും ഡിഫറൻറ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സും ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കരുത് എന്നും ഇവിടെ നൽകിയിട്ടുണ്ട്. സ്കെയിൽ ഓഫ് പേ ഇവിടെ നൽകിയിരിക്കുന്നത് 32,300 രൂപ മുതൽ 68,700 രൂപ വരെ ആയിരിക്കും ഈ പറയുന്ന വുമൺ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിന് ലഭിക്കുന്ന സാലറി. മറ്റ് ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ട് ഏജ് ലിമിറ്റ് 20 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാം. 2/1/1985 1/1/2001 ഇടയിൽ ജനിച്ച സുഹൃത്തുക്കൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നൽകിയിരിക്കുന്ന ഡിഗ്രിയാണ്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ സ്ത്രീ സുഹൃത്തുക്കൾക്ക് ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാം. സ്പെഷ്യൽ റിസർവേഷൻ ഫ്രം ST ഓൺലി എന്നാണ് അവിടെ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ട സുഹൃത്തുക്കൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ എന്തായാലും ST കാറ്റഗറിയിലുള്ള നിങ്ങളുടെ സ്ത്രീ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് നൽകുക. ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഷുഡ് ബി ഫിസിക്കലി ഫിറ്റ് കാൻഡിഡേറ്റ് ഷുഡ് പോസസ് മിനിമം ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ആസ് പ്രിസ്ക്രൈബ്ഡ് ബിലോ എന്നാണ് നൽകിയിരിക്കുന്നത്. ഹൈറ്റ് 150 സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം. പിന്നെ കാഴ്ചശക്തിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ വന്ന് ഈ നോട്ടിഫിക്കേഷൻ ഒന്ന് പരിശോധിച്ച് നോക്കാവുന്നതാണ്. നോട്ടിഫിക്കേഷനുകളുടെ ലിങ്കുകൾ താഴെ നൽകുന്നതായിരിക്കും. അപ്പോൾ ഇനിയും 2 നോട്ടിഫിക്കേഷനുകൾ നമുക്ക് പരിശോധിക്കാനുണ്ട്. അപ്പോൾ അതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, അത് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സമയത്ത് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും. സിവിൽ സർജൻ റാങ്കിൽ കുറയാത്ത റാങ്കുള്ള ഒരു മെഡിക്കൽ ഓഫീസർ കയ്യിൽ നിന്നുള്ള ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ആ ഒരു സമയത്ത് ഹാജരാക്കേണ്ടി വരും. എക്സാം എഴുതുന്നതിന് ഇതൊന്നും ആവശ്യമില്ല. പിന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, ഫീമെയിൽ കാൻഡിഡേറ്റ്സിനുള്ള ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലുണ്ടായിരിക്കുന്ന ഐറ്റംസ് ഇതൊക്കെയാണ്. 100 മീറ്റർ റണ്ണ് 17 സെക്കൻഡിൽ പൂർത്തിയാക്കണം. ഹൈ ജമ്പ് 1.06 മീറ്റേഴ്സ്, ലോങ് ജമ്പ് 3.05 meters, putting the shot 4 kg 4.88 meters, 200 meter run 36 സെക്കൻഡിൽ പൂർത്തിയാക്കണം. ത്രോയിങ് ദ ത്രോ ബോൾ 14 meters, ഷട്ടിൽ റൈസ് 4/25 meters 26 സെക്കൻഡ്, സ്കിപ്പിംഗ് 1 minute 80 times. അപ്പോൾ ഇത്തരത്തിലുള്ള 8 ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഐറ്റംസ് ആണുള്ളത്. ഇതിൽ ഏതെങ്കിലും 5 എണ്ണം നിങ്ങൾ പാസ്സായിരിക്കണം. അതാണ് ഇതിൻ്റെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പാസ്സാവാൻ വേണ്ട യോഗ്യത. ഇതിൽ നൽകിയിരിക്കുന്ന 8 ടെസ്റ്റുകളിൽ 5 എണ്ണം നിങ്ങൾ പാസ്സായിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നൽകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റ് നോട്ടിഫിക്കേഷനുകൾ കൂടി പരിശോധിക്കാം. രണ്ടാമതായി നമ്മൾ പരിശോധിക്കുന്ന നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ 24/2021 ആണ്. കേരള പോലീസിലേക്കുള്ള സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കാണ്. ഇത് മെയിൽ കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാൻ കഴിയുന്ന പോസ്റ്റാണ്. നേരത്തെ നമ്മൾ പരിശോധിച്ചത് വുമൺ കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാൻ കഴിയുന്ന സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് ആയിരുന്നു. ഇത് മെയിൽ കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാൻ കഴിയുന്ന സബ് ഇൻസ്പെക്ടർ പോസ്റ്റുകളാണ്. ഇതും സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ST കാൻഡിഡേറ്റ്സിന് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സുഹൃത്തുക്കൾക്ക് മാത്രമാണ് ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ കഴിയുള്ളൂ. 6 ഒഴിവുകളാണുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 32,300 രൂപ മുതൽ 68,700 രൂപ വരെയാണ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിന് ലഭിക്കുന്ന സാലറി. അവസാന തീയതി ഇതിനും 21/4/2021 ആണ്. ഇപ്പോൾ ഏപ്രിൽ 21 മുന്നേ തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ, ഏജ് ലിമിറ്റ് 20 വയസ്സ് മുതൽ 36 വയസ്സുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കും. 2/1/1985 1/1/2001 ഇടയിൽ ജനിച്ച ST കാറ്റഗറിയിലുള്ള മെയിൽ കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ്. ഡിഗ്രി കഴിഞ്ഞ സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാം. സ്പോർട്സ്, മിലിറ്ററി ട്രെയിനിങ്, മെമ്പർഷിപ്പ്, NCC തുടങ്ങിയിട്ടുള്ള അച്ചീവ്മെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ആയിട്ടാണ് നൽകിയത്. നിർബന്ധമുള്ള കാര്യമല്ല. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ ആണ്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ ST കാറ്റഗറിയുള്ള സുഹൃത്തുക്കൾക്ക് സബ് ഇൻസ്പെക്ടർ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ ഇവിടെ നൽകിയിട്ട് ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. 160 സെന്റിമീറ്റർ ഹൈറ്റ്, ചെസ്റ്റ് മെഷർമെന്റ് 81 സെന്റിമീറ്റർ, മിനിമം എക്സ്പാൻഷൻ 5 സെന്റിമീറ്റർ ഉണ്ടായിരിക്കും. പിന്നെ കാഴ്ചശക്തിയുടെ ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഡിസ്റ്റന്റ് വിഷൻ, നിയർ വിഷൻ ഒക്കെ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. അതെല്ലാം നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് നിങ്ങൾ ഒരു മെഡിക്കൽ ഓഫീസറുടെ, അതായത് ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ റാങ്കിൽ കുറയാത്ത റാങ്കുള്ള ഒരു മെഡിക്കൽ ഓഫീസറുടെ കയ്യിൽ നിന്ന് വാങ്ങിയെടുത്ത മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ആ ഒരു സമയത്ത് ഹാജരാക്കേണ്ടി വരും. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു എക്സാം എഴുതുന്ന സമയത്ത് ഇതൊന്നും ഹാജരാക്കേണ്ടി വരില്ല എന്നും ഇവിടെ പ്രത്യേകം നൽകിയിട്ടുണ്ട്. മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ് എല്ലാം ഈ ഒരു നോട്ടിഫിക്കേഷൻ. നേരത്തെ കണ്ട വനിതാ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിന്റെ
ആ ഒരു നോട്ടിഫിക്കേഷനിലും മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഫോമിൻ്റെ മാതൃക ഇവിടെ നൽകേണ്ടത്. ഇതെല്ലാം നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ സമയത്താണ് ആവശ്യമായി വരിക. എക്സാമിൻ്റെ സമയത്ത് ഇതൊന്നും ആവശ്യമായിരിക്കില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 8 ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ് മെയിൽ കാൻഡിഡേറ്റ്സിനും ഉണ്ടായിരിക്കുക. 100 മീറ്റർ റണ്ണ്, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, പുട്ടിംഗ് ദ ഷോട്ട്, ത്രോയിങ് ദ ക്രിക്കറ്റ് ബാൾ, റോപ്പ് ക്ലൈംബിംഗ്, പുള്ളപ്സ് ഓർ ചിന്നിങ്, 1500 മീറ്റർ റണ്ണ് തുടങ്ങിയുള്ള 8 കാറ്റഗറിയിൽ നിന്നും ഏതെങ്കിലും 5 എണ്ണം നിങ്ങൾ പാസ്സായിരിക്കണം. അത്തരത്തിലാണ് നിങ്ങളുടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് എത്ര സെക്കൻഡിലാണ് നിങ്ങൾ പൂർത്തിയാക്കേണ്ടത്, എത്ര മീറ്ററാണ് നിങ്ങൾ പൂർത്തിയാക്കേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നൽകേണ്ടതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഒന്ന് പരിശോധിച്ച് നോക്കാവുന്നതാണ്. ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ ഒന്ന് പരിശോധിച്ച് നോക്കാവുന്നതാണ്. 21/4/2021 അപേക്ഷിക്കേണ്ട അവസാന തീയതി. ഇനി മൂന്നാമത്തെ നോട്ടിഫിക്കേഷൻ കേരള PSC കേരള പോലീസിലേക്ക് വേണ്ടി പുറത്തിറക്കിയ മൂന്നാമത്തെ നോട്ടിഫിക്കേഷൻ ഇതാണ്. കാറ്റഗറി നമ്പർ 30/2021 പോലീസ് കോൺസ്റ്റബിൾ പോസ്റ്റാണ്. പോലീസ് ഇന്ത്യ റിസർവ് ബറ്റാലിയൻ റെഗുലർ വിങ്ങിലേക്കുള്ള പോലീസ് കോൺസ്റ്റബിൾ പോസ്റ്റുകളിലേക്കാണ് ആവശ്യം. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങളാണ് ഇവിടെ നൽകിയിരുന്നത്. സ്കെയിൽ ഓഫ് പേ 22,200 രൂപ മുതൽ 48,000 രൂപ വരെയാണ് ഈ പറയുന്ന പോസ്റ്റിലേക്ക് ലഭിക്കുക. ഇതൊരു NCA നോട്ടിഫിക്കേഷനാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം കാൻഡിഡേറ്റ്സിന് മാത്രമേ ഈ പറയുന്ന പോലീസ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. 5 ഒഴിവുകളാണുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മുസ്ലിം കാൻഡിഡേറ്റ്സിന് മാത്രമേ ഈ പറയുന്ന പോലീസ് കോൺസ്റ്റബിൾ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. 18 വയസ്സ് മുതൽ 29 വയസ്സ് വരെയുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാം. 2/1/1992 1/2003 ഇടയിൽ ജനിച്ച സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാമെന്നാണ് അവിടെ നൽകിയിരിക്കുന്നത്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക. SSLC ക്വാളിഫൈഡ് ആയിട്ടുള്ള സുഹൃത്തുക്കൾക്ക് പോലീസ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. SSLC പാസ്സായ മുസ്ലിം കാൻഡിഡേറ്റ്സിനെ ഈ പറയുന്ന പോലീസ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാമെന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ ഹൈറ്റ് 167 സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം. ചെസ്റ്റ് 81 to 86 സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം. എക്സ്പാൻഷൻ സമയത്ത് 5 സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം. വിഷ്വൽ സ്റ്റാൻഡേർഡ്സ് റൈറ്റ് ഐ ലെഫ്റ്റ് ഐൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നൽകിയാണ്. നിങ്ങൾക്ക് ഇവിടെ നിന്നും കാഴ്ചശക്തിയുടെ ഡീറ്റെയിൽസ് എല്ലാം പരിശോധിക്കാം. തൊട്ട് താഴെയായിട്ട് മെഡിക്കൽ ഓഫീസറുടെ കയ്യിൽ നിന്നും വാങ്ങേണ്ട മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഫോം ഇവിടെയുണ്ട്. എക്സാം സമയത്ത് അത് ആവശ്യമില്ല. അത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് ഫിസിക്കൽ എക്സാമിനേഷൻ്റെ സമയത്തായിരിക്കും അത് ആവശ്യമായി വരിക. അപ്പോൾ എന്തായാലും റിട്ടേൺ ടെസ്റ്റിൻ്റെ സമയത്ത് ആ ഡോക്യുമെന്റ് ഒന്നും ആവശ്യമില്ല. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. 8 ഐറ്റംസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 100 മീറ്റർ റേസ്, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, പുട്ടിംഗ് ദ ഷോട്ട്, ത്രോയിങ് ദ ക്രിക്കറ്റ് ബാൾ, റോപ്പ് ക്ലൈംബിംഗ്, പുള്ളപ്പ് ഓർ ചിന്നിങ്, 1500 മീറ്റർ റണ്ണ് തുടങ്ങിയിട്ടുള്ള 8 കാറ്റഗറിയിൽ ഏതെങ്കിലും 5 കാറ്റഗറിയിൽ നിങ്ങൾ പാസ്സായിട്ട് വരണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ വിവരങ്ങളാണ് ഇവിടെ നൽകിയത്. നിങ്ങൾക്ക് ഇവിടെ നിന്നും അതിൻ്റെ സമയവും അതിൻ്റെ ദൂരവും എല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കാവുന്നതാണ്. ഓരോ ഐറ്റത്തിനും വേണ്ട സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ടേബിളായിട്ട് തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു നോട്ടിഫിക്കേഷൻ ലിങ്ക് ഞാൻ താഴെ നൽകുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കാനുള്ള. ഏകദേശം 3ഓളം നോട്ടിഫിക്കേഷനുകളായിട്ടാണ് കേരള പോലീസിൻ്റെ 3 നോട്ടിഫിക്കേഷനുകളാണ് നിലവിൽ കേരള PSC വഴി പുറത്തിറക്കിയിരിക്കുന്നത്. അതിൽ വുമൺ സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫ്രം ST കാറ്റഗറിയിൽ നിന്നുള്ള വുമൺ കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാൻ കഴിയുന്ന വുമൺ സബ് ഇൻസ്പെക്ടർ പോസ്റ്റ്, അതുപോലെ തന്നെ മെയിൽ കാൻഡിഡേറ്റ്സിന് ST കാറ്റഗറിയിലുള്ള മെയിൽ കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാൻ കഴിയുന്ന സബ് ഇൻസ്പെക്ടർ പോസ്റ്റ്, അതോടൊപ്പം തന്നെ മുസ്ലിം കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാൻ കഴിയുന്ന പോലീസ് കോൺസ്റ്റബിൾ പോസ്റ്റ് എന്നിങ്ങനെയുള്ള 3 വ്യത്യസ്ത പോസ്റ്റുകളുടെ നോട്ടിഫിക്കേഷനുകളാണ് കേരള PSC ഏറ്റവും പുതിയതായിട്ട് പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും യോഗ്യതയുള്ള താല്പര്യമുള്ള സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും അപേക്ഷിക്കുക. അപ്പോൾ എന്തായാലും ഈ വിവരങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് നൽകുക. നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിരിക്കും. മാത്രമല്ല ഈ 3 നോട്ടിഫിക്കേഷനുകളുടെയും ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും കേരള PSCയിൽ ഉടൻ തന്നെ നിങ്ങൾ ലോഗിൻ ചെയ്യുക. യോഗ്യരായിട്ടുള്ള എല്ലാവരും ലോഗിൻ ചെയ്തതിന് ശേഷം ഉടൻ തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കുക. അവസാന തീയതി ഏപ്രിൽ 21 എന്തായാലും അവസാന തീയതിക്ക് മുന്നേ തന്നെ കേരള PSC ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും അപേക്ഷിക്കുക. ലോഗിൻ ചെയ്തതിന് ശേഷം നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന നോട്ടിഫിക്കേഷനിൽ കാണാൻ കഴിയും. അല്ലെങ്കിൽ കാറ്റഗറി നമ്പർ നിങ്ങൾക്ക് ലോഗിൻ ചെയ്തതിന് ശേഷം ഇത്തരത്തിൽ സെർച്ച് ചെയ്തെടുക്കാനും കഴിയും. 23/2021, 24/2021, 30/2021 എന്നിങ്ങനെയാണ് 3 നോട്ടിഫിക്കേഷനുകൾ നൽകിയിരിക്കുന്ന കാറ്റഗറി നമ്പർ. അപ്പോൾ എന്തായാലും താല്പര്യമുള്ള അപേക്ഷിക്കുക. SSLC യോഗ്യതയുള്ള മുസ്ലിം കാൻഡിഡേറ്റ്സിനും ഡിഗ്രി യോഗ്യതയുള്ള ST മെയിൽ, ST ഫീമെയിൽ കാൻഡിഡേറ്റ്സിനുമാണ് ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.